അപ്പർ സൂപ്പർ ശരണ്യ ഇങ്ങനെ തന്നെ പറയാം. സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തില് ഏതായാലും ട്രക്കിങ്ങിന് പോയി കുടകിൽ പെട്ടു, കർണാടകയിലുള്ള കുടകില്. പക്ഷെ നമ്മൾ ഈ 4 ദിവസക്കാലം ഈ ഈസ്റ്ററിന്റെ ഒക്കെ ഇടയ്ക്ക് 4 ദിവസക്കാലം മലയാളികളാണേലും ഇതൊരു പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടി രക്ഷപ്പെട്ടു വരുവോ, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് സുഭാഷയെ എന്ന് വിളിക്കുന്ന പോലെ ഞങ്ങളത് ഇവിടെ പറയുമായിരുന്നു, ഇതെന്തായിരിക്കും അവസ്ഥ എന്നെല്ലാം ഓർത്ത് എല്ലാവരും ഒരേ സമയത്ത് മനസ്സിന്റെ ഒരു സൈഡിൽ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുമെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിന്റെ ഒരു സൈഡിൽ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞപ്പോ പൊന്നാടയൊക്കെ അണിയിച്ച് കൊണ്ടിരുന്നൊക്കെയുണ്ട്. 4 ദിവസമാണ്. 4 ദിവസം ആകെ കയ്യിലുണ്ടായിരുന്നത് 1/2 ലിറ്റർ വെള്ളം ഒരു കുപ്പിയിൽ, വേറെ ഒന്നുമില്ല. കുറ്റാക്കുരിട്ട് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരാൾക്കാർ. സാധാരണ ഒരാൾക്കാരാണെങ്കിൽ പേടിച്ച് തന്നെ ചത്തു പൊക്കോളൂ. അല്ലാതെ രാത്രിയിൽ സാറ്റലൈറ്റ് ഉണ്ടോ, മിന്നാമിനിങ് ഉണ്ടോ, അടുത്ത് അരുവിയിൽ വെള്ളം ഒഴുകുന്നുണ്ടോ, ആന വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ചൊന്നും കഴിയാനൊന്നും സാധിക്കില്ല. ആ കുട്ടിക്ക് ഏതായാലും അതിനുള്ള ഒരു വിൽ പവർ ഉണ്ട്. അതിന്റെ ധൈര്യത്തിനെ നമ്മൾ സമ്മതിക്കണം. പേടിച്ചൂറികളായ സാധാരണ ആൾക്കാരാണെങ്കിൽ വേറൊന്നും വേണ്ട, ആഹാരവും ഫുഡും എല്ലാം ഉണ്ടേ പോലും ചത്തുപോകും പേടിച്ച് രാത്രിയാകുമ്പോഴത്തെ. ചില പത്രപ്രവർത്തകരൊക്കെ ഇങ്ങനെ പോയി കാടില്, അവര് കാടിന്റെ ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ പോയ സംഭവം പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കുട്ടിക്ക് അസാമാന്യ ധൈര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു പറച്ചില് ജനങ്ങളുടെ ഇടയിലുണ്ട്, ഇതൊന്നെങ്കിൽ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാകാം എന്നുള്ളത് പറയുന്നുണ്ട്. ഒന്ന് ആ കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രണ്ടാമത് ഇവരൊക്കെ കാണിക്കുന്ന സാഹസികത, ഏതെങ്കിലും ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടാൻ പോയിട്ട് തലയറ്റ് പോയില്ല, തക്കാലത്ത് ഞാൻ രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് വന്ന ഇവരെ നമ്മൾ പൊക്കി പിടിക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവരൊക്കെ ചെയ്യുന്ന സാഹസികത. ആ സാഹസികതയ്ക്ക് കേരളം മൊത്തം ആകാംക്ഷയോടെ നിന്ന് അതൊന്ന്. പിന്നെ ഇവരെയൊക്കെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന ചെലവിന് ലക്ഷങ്ങൾ വരും. ആ ലക്ഷങ്ങൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഗവൺമെന്റ് എടുത്ത് കിശാന്ന് വീശുന്ന. അപ്പം സത്യം പറയാൻ ഇവിടെ പ്രതികരിക്കണം. ഞാൻ ഇന്ന് ഇത് ഇങ്ങനെ കണ്ടുപോയി. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇത് ചർച്ച ചെയ്താലും വീഡിയോ ചെയ്യാൻ പ്ലാനില്ല. പക്ഷെ ഇന്ന് ഇൻസ്റ്റ വന്ന് 1-2 ആൾക്കാർ, ചേച്ചി സീതൾ ചെയ്ത വീഡിയോ കണ്ടോ, അതേപോലെ തന്നെ ഇത് ഫേക്കാണോ, റീച്ചിന് വേണ്ടി ചെയ്തത് ഇതൊരു ഫേക്കാണോ, ചേച്ചി ഈ ഒരു കണ്ടന്റ് ചുമ്മാ രേണുസുതിയോട് പറയാൻ നടക്കാത്ത ആൾക്കാർ ഇന്ന് എന്നോട് പറയും. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് ഇതിന്റെ അകത്ത് ജനം പറയുന്നതിന്റെ അകത്ത് കുറച്ച് കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുക്കുന്ന പണം വെറുതെ കൊണ്ട് കളയാണ്. ഇതിന്റെ കാര്യം നിങ്ങൾക്ക് പണ്ടറിയാലോ. പാലക്കാട് ബാബു എന്ന് പറഞ്ഞു അവസാനം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവന്റെ അമ്മ പറഞ്ഞപ്പോലും അവനെ അനുകൂലിച്ചിട്ടില്ല. അവനൊരു കിളി പോയ പോലെ എന്നുള്ളൊരു വർത്താനം ഉണ്ടായിരുന്നു. അവൻ കയറി ആ പാറയുടെ ഇടുക്കി കയറിയിരുന്ന് ഒരു വിധത്തിൽ ഗവൺമെന്റ് ഇതേപോലെ തന്നെ മുൾമുനെ നമ്മളെ 2-3 ദിവസം നിർത്തി ഒരു വിധത്തിൽ അവനെ ഇറക്കി കഴിഞ്ഞപ്പം അവന് ചെലവായ തുക 75 ലക്ഷം രൂപയാണ് അവന് വേണ്ടി അന്ന് കളഞ്ഞു. അവനൊരു 9-ാം തീയതി കയറി കഴിഞ്ഞു, 13-ാം തീയതി അടുത്ത ആള് കയറി. ഇതൊരു തുടരെ. അപ്പൊ സൂപ്പർ ശരണ്യ ഇപ്പോൾ കാട്ടില് പോയേച്ച് പുള്ളിക്കാരി ഒരു നല്ല ടൂർ പോയ രീതിക്ക് ആ ദിവസം നടന്നു. കാലിന് എനിക്ക് ഇച്ചിരി വേദന വന്നു. ഇപ്പൊ പിന്നെ നടപ്പങ്ങ് നിർത്തി. എവിടെയാ ഒന്ന് ആലോചിക്കണം. ഇതുപോലെ കൊടും കാട്ടിപ്പെട്ടിട്ട് നടന്നു. പിറ്റേ ദിവസം നടന്നു. അത് പിന്നെ മഴ ആയപ്പം, ഇങ്ങനെയല്ല പറയുന്നത്, എന്നാലും നമുക്ക് ഇങ്ങനെ പറയാം, മഴ പെയ്തപ്പോ പിന്നെ അങ്ങ് നിർത്തി എന്നൊക്കെ പറയുന്ന കേട്ടാ. ഇത് കേട്ടിരിക്കുന്ന കുറെ ചില്ലിയില്ലെന്നുള്ള ആമ്പിള്ളാരുണ്ടല്ലോ, അവന്മാർക്ക് തോന്നും ആഹാ ഇത് നല്ല കൊള്ളാവുന്ന ഒരു പരിപാടിയാണല്ലോ, പേരും പ്രസക്തിയൊക്കെ കിട്ടുകയും ചെയ്യും, ഗവൺമെന്റിന്റെ കുറെ പണം അങ്ങോട്ട് നമുക്ക് വേണ്ടി പൊക്കോളുകയും ചെയ്യും, ആൾക്കാരെല്ലാം നമ്മളിലേക്ക് തന്നെ ഉറ്റുനോക്കി ഇരിക്കുകയും ചെയ്യും എന്നൊക്കെ തോന്നി കുറെ പേരുണ്ട് കമന്റ് ബോക്സിൽ. കൊള്ളാലോ ഈ പരിപാടി, ഒന്ന് പോണമല്ലോ എന്ന് ചോദിക്കുന്നത്. എന്നാൽ നേരെ തിരിച്ച് അവിടെ അനുഭവിച്ചത് അങ്ങനത്തെ കാര്യമല്ല. ആകെ ഒരു 1/2 ലിറ്റർ വെള്ളവും വെച്ച് ഈ പെൺകുട്ടി 4 ദിവസം മൂത്രം ഒഴിക്കണം, അപ്പിയിടണം, ഇതൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ കഴിക്കാത്ത ക്ഷീണം ഒന്നും ശരീരത്ത് കാണിച്ചിട്ടില്ല. അപ്പൊ ഇത് കാണുമ്പോ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ, 4 ദിവസമൊക്കെ നമ്മൾ ശരിക്കും ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വാടിക്കൊഴിഞ്ഞ് വീഴുന്നതാണ് മലയാളികളുടെ രീതി. പക്ഷെ സൂപ്പർ ശരണ്യ സൂപ്പർ ആയതുകൊണ്ടാവാം 4 ദിവസം കഴിഞ്ഞിട്ടും പുള്ളിക്കാരത്തി ഏഷ്യാനെറ്റിന്റെ ഒക്കെ ന്യൂസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അല്ലെ ജില്ലയില്ലെന്ന് നടന്നു വരുന്നുണ്ട്. എല്ലാവർക്കും പ്രോത്സാഹിപ്പിക്കാം, ഇത് ഇനി ആവർത്തിക്കാം, പുതിയ തലമുറയ്ക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന പോലെയാണ്. എന്നാൽ ശരണ്യ അങ്ങനെ അല്ലായിരുന്നു, അവിടെ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ ഇപ്പൊ പറയാത്തോണ്ട് ജനങ്ങൾ താഴെ കമന്റ് ഇത് ഫേക്കാണ്, വേറെന്തോ സംവിധാനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് കമന്റ് പോകുന്നുണ്ട്. ശരണ്യ പറഞ്ഞു തുടങ്ങിയെന്ന് കേൾക്കാം.
കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് ചെറുതായിട്ട് വഴിതെറ്റിയതാണ്. ഞാൻ താഴെ ഇറങ്ങിയപ്പോഴേക്കും മേലുള്ള ആൾക്കാരെ ഒന്നും കാണാൻ പറ്റിയില്ല. ടോപ്പിൽ കുറച്ചുപേരെ കണ്ടിരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നു. അപ്പോൾ വന്നപ്പോഴേക്കും മേലെ ആളെ കാണാനില്ല, താഴെ കാണാനില്ല. സോ ഐ തിങ്ക് എനിവേ താഴോട്ടാണല്ലോ പോകേണ്ടത്. കുറെ താഴേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ നെറ്റ്വർക്ക് ലോസ് ആയി. പിന്നെ ഫോറസ്റ്റ്, നല്ല ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. ഇല്ല എന്തായാലും ഒരു 500 ml വാട്ടർ ബോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. 6:45 വരെ ഞാൻ നടന്നു. ലാസ്റ്റ് ടൈം ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ എൻ്റെ ഒരു ഓഫീസിലെ ഫ്രണ്ട് ഉണ്ട് യദു, അവനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഐ ലോസ് മൈ പാത്ത്, ഇതിൻ്റെ ആരണ്യ സംതിങ്, അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവും. മെസ്സേജ് ടൈപ്പ് ചെയ്തപ്പോഴേക്കും 1% ആയി, ഫോൺ ഓഫായി. പിന്നെ ഒരു 6:45 വരെ ഞാൻ നടന്നു. പിന്നെ ഒരു സ്ട്രീമും ഒരു വലിയ ഒരു റോക്കി അങ്ങനത്തെ ഒരു ഏരിയയിലെത്തി. പൈത്തോട്ട് പിന്നെ ഞാൻ ക്ലൈം ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് അവിടെ വന്നു. ഫസ്റ്റ് ഡേ മോർണിംഗ് കുറച്ച് കാലൊക്കെ വേദനിച്ചുകൊണ്ട് നടക്കേണ്ട വിചാരിച്ചു. സെക്കൻഡ് ഡേ നല്ല വിസിബിലിറ്റിയുള്ള ഏരിയ ആണ് മേലെ. അപ്പോൾ ഡ്രോൺ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ കാണട്ടെ വെച്ചു സെക്കൻഡ് ഡേ ഞാൻ അവിടെ ഇരുന്നു. തേർഡ് ഡേ എൻ്റെ പ്ലാന് രാവിലെ 6 o'clock മേലത്തേക്ക് നടക്കുക എന്നായിരുന്നു. പക്ഷെ അന്ന് മഴ പെയ്തു നന്നായിട്ട്. ഉച്ചയ്ക്ക് മഴ പെയ്തു, വൈകിട്ടൊരു 1 hour കണ്ടിന്യൂസ് റെയിൻ ആയിരുന്നു. അപ്പോൾ എല്ലാം നനഞ്ഞു. അത് കാരണം പിന്നെ നെക്സ്റ്റ് ഡേ പ്ലാനും കൂടെ ഇതായി. ബിക്കോസ് രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല, കംപ്ലീറ്റ് കോൾഡായിരുന്നു. പിന്നെ ഇന്ന് ഒരു 12 o'clock വരെ ഞാൻ വെയിറ്റ് ചെയ്തു. മീൻസ് എല്ലാം വെറ്റായിരുന്നു. ആനയുള്ള ഏരിയ തോന്നുന്നു. ഇല്ല, പേടി തോന്നിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പാറയിടുക്കില് ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമൊക്കെയാണ്, അരുവിയൊക്കെയാണ്, കാട്ടിലൂടെ ഒഴുകുന്ന അരുവി. ആ അരുവി ആന വെള്ളം കുടിക്കാൻ വരാത്ത സൈഡ് നോക്കിയാണ് പുള്ളിക്കാരത്തി ഇരുന്നെന്ന് പറയുന്നു. അതൊക്കെ എങ്ങനെ ആര് പറഞ്ഞു കൊടുത്തു? ആന പറഞ്ഞു കൊടുത്തോ ഞങ്ങൾ അവിടെ വെള്ളം കുടിക്കാൻ വരികയാണ്? പിന്നെ ഞാനൊരു കമ്പോ കോലോ അതൊക്കെ എടുത്ത് പാറയുടെ മുകളിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കിടന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് നോക്കാം. അനുഭവം പങ്കുവെച്ചത് കേട്ടപ്പോൾ ഒന്ന് പോവാൻ തോന്നി. അതാണ് പുതിയ പിള്ളേർക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല ശരണ്യ പറയണ്ടേ, ഇങ്ങനെയൊന്നും അല്ല പറയണ്ടേ. ഇതിപ്പോ ആർക്ക് കേട്ടാലും ഉടനെ തന്നെ പോകാൻ തോന്നും, അവിടെ ചെന്ന് പെടാൻ തോന്നും. അങ്ങനെയാണ് ഈ ഒരു ചിന്താഗതി. ഈ ട്രക്കിങ്ങിനും ഒക്കെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ആഹാ കൊള്ളാലോ എന്നുള്ളൊരു വിചാരമാണ്. പൊന്നാട അണിയിച്ചപ്പം ഒരു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് വന്നതല്ലേ, ഒരു 10-15 ലക്ഷവും പ്രസക്തിയുടെ പത്രവും കൂടി കൊടുക്കാമായിരുന്നു. ആൾക്കാർക്ക് അത്ര പിടിച്ചിട്ടില്ല. എന്തോ സൂപ്പർ ശരണ്യ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാധരം. ആകെ 1/2 ലിറ്റർ വെള്ളം കൊണ്ടാണ് പുള്ളിക്കാരത്തി 4 ദിവസം നിന്ന്. യാതൊരു ക്ഷീണവുമില്ല. ഗ്ലൂക്കോസോ ട്രിപ്പോ ഒന്നും ഇടേണ്ടി വന്നില്ല, എടുത്തോണ്ട് വരേണ്ടി വന്നില്ല. നടന്ന് നല്ല ജില്ലിയില്ലെന്ന് വന്ന് ആർക്കും പോകാൻ തോന്നും. ഹാപ്പിയോ? ഞാൻ വല്ലോ ആയിരുന്നെങ്കിൽ പേടിച്ച് അത്തേനെ. ഇതെന്താ പൊന്നാടയൊക്കെ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണോ? എന്നാലും എവിടെയോ ഒരു ഇത്. വെള്ളം കുടിക്കാൻ മൃഗങ്ങൾക്ക് വരാൻ പറ്റാത്ത സ്ഥലം, അതെങ്ങനെ ഇവർക്ക് കൃത്യമായി മനസ്സിലായി? മനുഷ്യൻ എത്തിപ്പെടാൻ പറ്റുന്നിടത്ത് മൃഗങ്ങൾക്ക് എത്താൻ പറ്റില്ലേ? മൊത്തത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വഴിതെറ്റിപ്പോയ ആൾക്കാണോ അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നവർക്കാണോ അഭിനന്ദനം അർഹിക്കുന്നത്? ഒരു തട്ടിക്കൂട്ട് നാടകം പോലെയുണ്ട്. ഇതിൽ എന്തൊക്കെയോ മിസ്മാച്ച് ഉണ്ട്. 100% ഫേക്ക് പോലെ തോന്നി. അതാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു ഫേക്ക് പോലെ തോന്നുന്നുണ്ട്. എന്തിനാ ഇവർക്ക് പൊന്നാട? കഷ്ടപ്പെട്ട് തിരിഞ്ഞു നടന്ന ആളുകൾക്കല്ലേ അത് കൊടുക്കേണ്ടത്. ഇനി പൗരസ്വീകരണമായി, പൊന്നാടയായി, ഉദ്ഘാടനമായി, വലിയ സെലിബ്രിറ്റിയായി. എന്തൊരു നാട്! മൊത്തം എന്തോ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം തുറന്നു പറയൂ, 3 days ഫുഡ് കഴിക്കാതെ ഇരുന്ന ഒരു ക്ഷീണവും ഫേസിൽ ഇല്ലായിരുന്നല്ലോ. പലർക്കും സംശയമുണ്ട്. ഒന്ന് ഫെയിം ആകാൻ നോക്കി, അത്രേ ഉള്ളൂ. എന്തോ പന്തികേട് തോന്നുന്നു. കേട്ടിട്ട് പ്രസക്തിക്ക് വേണ്ടി ഒളിച്ചിരുന്ന പോലെ തോന്നുന്നു. 1/2 ലിറ്റർ വെള്ളം കൊണ്ട് ആർക്കൊന്നും 3-4 ദിവസം ജീവിക്കാൻ പറ്റില്ല. അടുത്ത ഇന്റർവ്യൂ കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ പറയണം കേട്ടോ, അല്ലേ തള്ളാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. അപ്പൊ ശരണ്യ പറയുന്നതൊക്കെ ഒന്നുകൂടെ കേൾക്കാം.
സാധാരണ മനുഷ്യന്മാർക്കൊന്നും അത്ര സാധ്യമല്ല, പ്രത്യേകിച്ച് പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായോ? പ്രത്യേകിച്ച് രാത്രി എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരികയോ അല്ലെങ്കിൽ പാമ്പുകൾ, മറ്റു മൃഗങ്ങൾ, ഒരുപാട് തരം വന്യജീവികളും ഒക്കെ ഉള്ളൊരു മേഖല കൂടിയാണ്. ഇല്ല, ഞാൻ ഉറങ്ങാൻ തിരഞ്ഞെടുത്ത ഏരിയ ഒരു പാറക്കെട്ടിൻ്റെ മേലെയായിരുന്നു. കുറച്ച് അത്യാവശ്യം തുറസായൊരു സ്ഥലമായിരുന്നു. അപ്പം അവിടെ സൈഡിലൂടെ ഒരു സ്ട്രീമുണ്ട്. അപ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ മൃഗങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു ടൈപ്പ് ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. പിന്നെ മൃഗങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ രാത്രി ചില സൗണ്ടൊക്കെ കേട്ടപ്പം അടുത്തുനിന്ന് കേൾക്കുമ്പോൾ എന്തോ അടുത്തുണ്ടെന്ന് വെച്ചാൽ ഞാൻ വടിയൊക്കെ പിടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ അത് ശീലമായി, കുഴപ്പമില്ലെന്ന്. എന്തൊക്കെയായിരുന്നു ആ രാത്രിയിൽ കണ്ട കാഴ്ച? എന്തൊക്കെയായിരുന്നു രാത്രി? ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കാട്ടിലെ രാത്രി എങ്ങനെയാണെന്ന് കാണുന്നത്. ചെറുതായിട്ട് ചീവീടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. നമ്മുടെ കേരളത്തിലെ പല കാടുകളിലും ഉള്ള അത്രയും വലിയ സൗണ്ടല്ല, ചെറിയതായിട്ട്. പിന്നെ ഒരു 7 മണിയോടെ ഈ മിന്നാമിനുങ്ങ് നിറയെ, കാട് നിറയെ മിന്നാമിനുങ്ങൾ വരും. പിന്നെ ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ ഫുൾ മൂണിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. എന്നിട്ട് നല്ല ലൈറ്റായിരിക്കും, ഉറങ്ങാൻ പറ്റാത്തത്ര ലൈറ്റായിരിക്കും. പിന്നെ സ്കൈ നല്ല ക്ലിയറാണ്, നമുക്ക് ഈ സ്റ്റാർസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം. പിന്നെ ഈ സാറ്റലൈറ്റ് പോകുന്നതൊക്കെ കാണാം. അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആണ്, നമ്മളിവിടെ ഉള്ള പോലെയല്ല. എന്താണ് ഇനി ശരണ്യ സംസാരിക്കുന്നത് കേട്ട് എല്ലാവരും ഈ 4 ദിവസം അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെയൊക്കെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ സാഹസികതയും അവരുടെ വ്യക്തി താല്പര്യത്തിനും മുൻതൂക്കം കൊടുത്ത് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള എല്ലാവർക്കും യാത്ര ചെയ്യാവുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അംഗീകരിച്ച സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പം സാഹസികത ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പോവുക, ഒറ്റപ്പെടുക, അവിടെ പോയി കഴിയുക, അവിടുന്ന് ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടുപോയി ഇതിനൊക്കെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ഈ ചെലവഴിക്കുന്നതെല്ലാം നമ്മളുടെ നികുതി പണത്തിൽ നിന്ന് എടുത്താണ്. ഇതിനു മുന്നേ പാലക്കാട്ടെ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞാൽ ആ ബാബു പോയിട്ട് 75 ലക്ഷം രൂപയാണ് അവനെ ഒന്ന് താഴെ ഇറക്കാൻ വേണ്ടി ആക്കിയത്. അവസാനം അവന് ഗവൺമെന്റ് ജോലി വരെ കൊടുക്കണമെന്ന് പറഞ്ഞ് ആൾക്കാർ ബഹളം വെച്ചായിരുന്നു. അത്രയും വാർത്താ പ്രാധാന്യം മേടിച്ച് അതിനുശേഷം അവൻ 9-ാം തീയതി കയറി, 13-ാം തീയതി അടുത്ത ആളും കയറിയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യം, കൊറോണ കാലത്ത് വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി ഡോക്ടറാകാൻ, എഞ്ചിനീയർ ആകാൻ വേണ്ടി വിദേശത്ത് പോയ കുറെ പിള്ളേരെ ആ കാലത്ത് നമ്മൾ നമ്മുടെ ചെലവിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് വളരെ പ്രക്ഷോഭം നടത്തിയവരുണ്ട്. ഇതൊക്കെ ഇവിടെയൊന്നും പഠിക്കാതെ മാർക്കൊന്നും ഇല്ലാതെ ഇതുങ്ങൾ അവിടെ പോയി പൈസ എല്ലായിടത്തും പോയി പഠിക്കാൻ പോയിട്ട് അതുങ്ങളെ കൊണ്ടുവരേണ്ട പൈസ എടുക്കേണ്ട കാര്യം നമുക്ക് എന്താണെന്നൊക്കെ പറഞ്ഞ് വളരെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇവരിങ്ങനെ കാണിക്കുന്നതിന് ഇവരുടെ കയ്യിൽ നിന്ന് ഇവരെ എടുത്തോണ്ട് വരാനോ ഇവരെ രക്ഷിക്കാനോ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കേണ്ട കാര്യമില്ല. ഇനി തൊട്ട് ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കണം. അതായത് ഇങ്ങനത്തെ സാഹസികതയൊക്കെ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നവരെത്തിക്കോട്ടെ, അവർ സന്തോഷം കണ്ടെത്തിക്കോട്ടെ. പക്ഷേ അവരെ കാണാതെ പോവോ ഇങ്ങനെയൊക്കെ വരുമ്പം ഇവരെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വരുന്ന ചെലവുകൾ ഇവരിൽ നിന്ന് തന്നെ ഈടാക്കും എന്നൊരു രീതി വരുമ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരും. അല്ല ഇങ്ങനെ ചുമ്മാ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കും. ട്രക്കിങ്ങിനോട് താല്പര്യമാണെന്നൊക്കെ പറഞ്ഞ് ആരും പോകാത്ത സ്ഥലത്തോട്ടൊക്കെ പോകാൻ തോന്നും. എന്നിട്ട് അത് വന്ന് വിശദീകരിക്കുമ്പോൾ വളരെ എൻജോയ് ചെയ്ത പോലെ ചിരിച്ച് കളിച്ച് ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ലാതെ നിന്ന് വളരെ എൻജോയ് ചെയ്തു. മിന്നാമിന്നിങ്ങിനെ കണ്ടു, സാറ്റലൈറ്റ് കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ അത് കേട്ടേ ചിരിക്കുന്ന കുറെ വട്ടന്മാരുണ്ട്. അവരടുത്തതിന് വേണ്ടി അങ്ങോട്ട് പോയി. എന്ത് ചെയ്യരുതെന്ന് മലയാളികളോട് പറയുന്നു, മലയാളി അതേ ചെയ്യുള്ളൂ. വളരെ നിസ്സാരം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്നൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ മൂത്രം ഒഴിച്ചാലേ മലയാളിക്ക് സമാധാനമാവുള്ളൂ. ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്തിരിക്കും, ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരിടത്തോട്ട് പോകാൻ ഇപ്പൊ മഞ്ഞുമല ബോയ്സ് അത് നമുക്ക് കണ്ടറിയാം, അങ്ങോട്ടൊക്കെ പോകാൻ അനുവാദമില്ലാത്ത, പക്ഷെ പോയേ പറ്റൂ, അതാണ്. അപ്പൊ ഇതേപോലെയുള്ള സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവരെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ ചെയ്യണം. പക്ഷെ ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ പിടിക്കും എന്നുള്ള ഒരു ബോധം കൂടെ വരികയാണെങ്കിൽ ഇതേപോലെ നമ്മളെ മുൾമനെ നിർത്തുന്നതും മാറും. ഗവൺമെന്റിനും വേറെ വല്ല 100 കൂട്ടം കാര്യങ്ങൾ ഗവൺമെന്റ് കിടക്കുമ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് ഇവരുടെ പുറകെ നടക്കുന്നത്. ഇതെല്ലാം ഒഴിവായി കിട്ടും. ഇതിപ്പം നിങ്ങൾക്ക് പലർക്കും നേരെ തിരിച്ച അഭിപ്രായം കാണും. ഒരു പാവം പെങ്കൊച്ച് ഒരു വിനോദയാത്രയ്ക്ക് പോയി, അതാ കാട്ടി കുടുങ്ങി, അതായോണ്ട് പിടിച്ചു നിന്നു. പുരുഷന്മാരെക്കാട്ടും ധൈര്യമൊക്കെ സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ഈ സിറ്റുവേഷനൊക്കെ കവർ ചെയ്ത് നിൽക്കും. അങ്ങനെ ഒന്നും അതിനെ രക്ഷിച്ചു കൊണ്ടുവന്നതിന്, അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അതിനെ വിമർശിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, എനിക്ക് ഈ അഭിപ്രായം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇന്ന് എനിക്ക് അയച്ചു തന്നവരും അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ കമന്റ് ബോക്സിൽ നോക്കിയപ്പോഴുണ്ട്. ഇവരുടെയൊക്കെ ഇങ്ങനെ പോകുന്നവരെ ഇനി നിയമം വരണം, ഇവരുടെ കയ്യിൽ നിന്ന് കാശെടുക്കേണ്ടതാണ് എന്ന് വരണം. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.